അതെ, ഈ വെക്കേഷൻ സമയത്ത് ക്ലാസ് എടുക്കുന്ന വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ വെട്ടം അതിയായ ചൂടുള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സുകൾ നമ്മൾ വളരെ കുറച്ചാണ് എടുക്കാറുള്ളത്. അത് രാവിലെ നമ്മൾ തുടങ്ങുന്ന ക്ലാസ് ഒരു 10 മണിയാകുമ്പോഴത്തേനും നമ്മളങ്ങ് ഒതുക്കി തീർക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് നിന്ന് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല്ല് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ് കേട്ടോ. നമുക്കിന്ന് കവർ വരെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയിൽ പോകുന്ന ഒഴിവാക്കിയിട്ട് ബസ്സിലാണ് എപ്പോഴും പോകാറ്. ഹോസ്പിറ്റലിൽ നിറച്ച ആളുകളുണ്ടെങ്കിലും ഈ വട്ടം എന്നെയും പാറുവിനെയും കുറിച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേനും താഴത്തെ പല്ലിൽ മുത്തു മാത്രമേ ഇടിച്ചിട്ടുള്ളൂ. കമ്പി ഇനി അടുത്ത മാസം ഇടാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നെ അവിടെ നിന്നും പറഞ്ഞു. വീട്ടിൽ കയറാൻ നമ്മുടെ കയ്യിൽ ഇനിയും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് പുതിയ സിനിമ പാട്രിയറ്റ് ഒന്ന് കാണാൻ പോകുന്നു. ഓൾറെഡി നമ്മളെല്ലാവരും എന്നിട്ട് പ്രൊമോ കണ്ടും അടുത്തത് കൊണ്ട് തന്നെ ഈ സിനിമ എന്താവും എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് തന്നെ പോയി കാണുന്നത്. ഞാനൊരു ബെസ്റ്റ് റിവ്യൂ പറയുന്ന ആളൊന്നും അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഓക്കെ സിനിമ മാത്രമായിരുന്നു. ഒരു കാര്യം തന്നെ വലിച്ചു നീട്ടി 3 മണിക്കൂർ കൊണ്ടുപോയത് കുറച്ചധികമായി പോയില്ലേ എന്ന് തോന്നി. എന്നാലും അഭിനയിക്കാനുള്ളവരെല്ലാം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നേരെ വന്നത് നമ്മുടെ അലോഹയിലോട്ടാണ്. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയുടെ കല്യാണം നാളെയാണ്. പക്ഷെ ഇതുവരെ ഞാൻ പുള്ളിക്കാരിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് നല്ലൊരു ഫോട്ടോ ഫ്രെയിം തന്നെ കൊടുത്തേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രെയിമിനെ കാട്ടി കൂടുതൽ നോക്കുന്നത് ബാക്കിയുള്ള ബോക്സസും ഗിഫ്റ്റുകളും ഒക്കെയാണ്. പിന്നെ പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുക്കുന്നതിന് കൂടെ തന്നെ ഞാനും ഒരു ചെറിയൊരു ഫ്രെയിം മേടിച്ചു. മാത്രമായിട്ട് ഞാൻ എടുത്തില്ല, കുറച്ച് പോളറൈഡ്സും കൂടെ എടുത്തിട്ടുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ പറയാം. സീ യു സൂൺ.